ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് ബ്രൈഡൽ ഹെന്ന കോഴ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് നോക്കുന്നത്. ഹെവി ആയിട്ടുള്ള ബ്രൈഡൽ ഹെന്ന ഡിസൈൻ എങ്ങനെ വരക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ കൈൻ്റെ ഈ ഒരു പോർഷൻ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഡിസൈനാണ് നമ്മൾ ഹെവി ബ്രൈഡൽ ഹെന്ന ഡിസൈൻ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി സെമി ബ്രൈഡൽ ഹെന്ന ഡിസൈൻ ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു പോർഷനിൽ നിന്ന് ഇങ്ങനെ വരച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ എലമെൻറ്റ്സും വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു ബ്രൈഡൽ ഹെന്ന ഡിസൈൻ ചെയ്യുന്നത്. അത് പുതിയതായിട്ടൊന്നും ഞാൻ ഇതിൽ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന പോലെ ഇതുപോലെ 6 ലൈൻസ് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ഡിസൈൻ തന്നെ എക്സ്പ്ലനേഷനായിട്ട് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും. അത് വെച്ച് നമ്മൾ ബ്രൈഡൽ ഹെന്ന ഡിസൈൻ എങ്ങനെ വരക്കുക എന്നുള്ളതിൻ്റെ ട്രിക്സും ടിപ്സ് എല്ലാം ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ പഠിച്ച ഡിസൈൻ മാത്രം ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. നമ്മൾ കൈൻ്റെ ഈ 2 സൈഡിലും ലൈൻ ചെയ്ത് കൊടുത്തിട്ട് വേണം ഹെവി ആയിട്ടുള്ള ബ്രൈഡൽ ഹെന്ന ഡിസൈൻ വരച്ചു തുടങ്ങാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കതിനനുസരിച്ച് അതിൽ ഉള്ളിലായിട്ട് നമുക്ക് എല്ലാ ഡിസൈനും പെർഫെക്റ്റ് ആയിട്ട് വരക്കണമെന്നുണ്ടെങ്കിൽ 2 സൈഡിലും ഒരു ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ 6 ലൈൻസ് വരച്ചു കൊടുത്തിട്ട് അതിൽ സെൻറ്ററിൽ 2 ലൈൻസ് തിക്കാക്കി കൊടുത്തു. അത് 2 സൈഡിലും ഇതേപോലെ ഹംസ് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇങ്ങനെ നമ്മളൊരു മിനാരം പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതേപോലെ ഒരു മിനാരം പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു സർക്കിൾ വരച്ചിട്ട് അതിൻ്റെ മുകളിൽ ഹംസ് കൊടുത്തിട്ടുള്ള ആ ഒരു ഫ്ലവർ വരച്ചു കൊടുക്കുകയാണ് മുഴുവനായിട്ടും. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലോട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസൊന്നും കാണാതെയാണ് നിങ്ങൾ ഡയറക്റ്റ് ഈ ഒരു വീഡിയോ ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതിനു മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഡിസൈൻസ് എല്ലാം വരയ്ക്കാൻ പറ്റും. ഇനി നമ്മളിതിൻ്റെ ഔട്ടർ പോർഷനിൽ ഒരു തിൻ ലൈനാണ് വരച്ചു കൊടുക്കേണ്ടത്. ഇതേപോലെ ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് ഹംസ് കൊടുക്കുക. രണ്ട് സൈഡിലും കൊടുത്തിട്ട് സെൻറ്റർ പോർഷനിൽ ഇതേപോലെ ഒരു ഹംസ് കൊടുക്കുക. നമ്മൾ ഇതിന് ചുറ്റും വൈൻസാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പം സെൻറ്റർ ഭാഗത്ത് സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കുക. 2 സൈഡ്സിലും ഇതേപോലെ ചിരിച്ചിട്ട് വൈൻസ് വരച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഈ ഒരു പോർഷനിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഫ്രിൽസാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത്. ഹംസിൻ്റെ മുകളിലായിട്ട് ഫ്രിൽസ് കൊടുക്കുക. ഫ്രിൽസ് എല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ട് എങ്ങനെ വരക്കുക എന്നുള്ളതൊക്കെ. ഹംസ് കൊടുത്തിട്ട് അതിനും കുറച്ച് വലിയ സൈസിലുള്ളതാണ് ഈ ഫ്രിൽസ് എന്ന് പറയുന്നത്. ഇതേപോലെ ഒരു ലൈൻ കൊടുത്തിട്ട് ഹംസ് കൊടുക്കുക. നമ്മൾ ഏതൊരു ഡിസൈൻ വരയ്ക്കുമ്പോഴും നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഇതേപോലെ ഹംസ് കൊടുത്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് ഡിസ്റ്റൻസ് എടുത്തിട്ട് ഇതേപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. അത് നമ്മൾ പഠിച്ച ആ ഒരു ഗ്രിഡ് തന്നെയാണ്. ഇതേപോലെ സെൻറ്ററിൽ സ്റ്റാൻഡിങ് ലൈൻസ് വരച്ചിട്ട് അതിൻ്റെ മുകളിൽ വൈൻസ് കൊടുത്തിട്ടുള്ള ആ ഒരു ഡിസൈനാണ് വരച്ചു കൊടുക്കുന്നത്. പിന്നെ 2 സൈഡിലും കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. അവിടെ നമ്മൾ സ്പൈറൽ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ വൈൻസ് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു ലൈൻ വരച്ചിട്ട് ബാക്കിയുള്ള 2 സൈഡ്സിലും ഇതേപോലെ സ്പൈറൽ മാത്രം വരച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മൾ സ്പൈറലെല്ലാം വരച്ചു കൊടുത്തതിന് ശേഷം ഇതേപോലെ തിന്നായിട്ട് 2 ലൈൻസ് വരച്ചു കൊടുക്കുക. അതിന് മുകളിൽ ഹംസ് കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഏതൊരു ഡിസൈൻ വരച്ചു കഴിഞ്ഞാലും ഇതേപോലെ ലൈൻ കൊടുക്കുക, ഹംസ് കൊടുക്കുക. ഇനി ഇതിന് മുകളിൽ ഇങ്ങനെ കുഞ്ഞു സർക്കിൾസ് ഇതേപോലെ വരച്ചു കൊടുക്കുക. ഇനി ഇതിനെ ഇതേപോലെ ഇടവിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തേത് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫില്ല് ചെയ്യാതെ നെക്സ്റ്റ് വൺ ഫില്ല് ചെയ്യുക. അങ്ങനെ ഒന്ന് ഇടവിട്ടിട്ടായിട്ട് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ തിന്നായിട്ടൊരു ലൈൻ വരച്ചിട്ട് അതിനുള്ളിൽ ഇതേപോലെ ഇങ്ങനെ ഫില്ലാക്കി കൊടുക്കുക. ഇനി തിൻ ലൈൻ വരക്കുക, ഹംസ് കൊടുക്കുക.
അടുത്ത ഡിസൈൻ വരയ്ക്കാൻ വേണ്ടി നമ്മൾ ഇന്നും വേറൊരു കുറച്ചും കൂടി സ്പേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഷേപ്സ് എല്ലാം കൊടുത്തിട്ട് ഇതേപോലെ ഡിസൈൻ ചെയ്യാം. ഞാനിപ്പം ഷേപ്സ് ഒന്നും വരക്കുന്നില്ല, ജസ്റ്റ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് ഇട്ടത്. സിമ്പിളായിട്ട് എങ്ങനെ ഹെവി ബ്രൈഡൽ ഹെന്ന ചെയ്യാം, കുറച്ച് ഈസി ആയിട്ട് നമ്മൾ പഠിച്ചതെല്ലാം വെച്ചിട്ട് എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാമെന്നുള്ളതാണ്. ഇന്നും നമുക്ക് പല പല ഡിസൈനാക്കി കൊടുക്കാൻ വേണ്ടി പറ്റും, പല ഷേപ്സ് കൊടുക്കാൻ പറ്റും. അപ്പം നമ്മളിതിൽ ഇപ്പം നെഗറ്റീവ് ഫില്ലിങ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ ഇതേപോലെ ഫ്ലോറൽസ് എല്ലാം കൊടുത്തിട്ട് ലീവ്സൊക്കെ കൊടുത്ത് നെഗറ്റീവായിട്ടുള്ള ഫില്ലിങ് നമ്മൾ പഠിച്ചില്ല, അതേപോലെ ബാക്കിയുള്ള പോർഷൻസ് ഫില്ലാക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഫ്ലവർ വരച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് പകരം വേറെ ഫ്ലവർ വരച്ച് കൊടുക്കാം. പിന്നെ ഈ നമ്മൾ കൊക്ക പോലെ നമ്മൾ പഠിച്ച ഈ ഒരു സാധനമൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട്. എക്സ്ട്രാ വരുന്ന പോർഷൻസിൽ സർക്കിൾസ് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ ഇതേപോലെ ഫ്ലവർ കൊടുത്ത് നെഗറ്റീവ് ഫില്ലിങ് കൊടുത്തിട്ടുള്ള ഒരു ഡിസൈൻ വരച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ തിന്നായിട്ടുള്ള അടുത്ത ലൈൻ വരച്ച് ഇതേപോലെ അടുത്തൊരു ഡിസൈൻ വരയ്ക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു ഡിസൈൻ വരയ്ക്കുമ്പോഴും നമ്മൾ ഹംസ് നിർബന്ധമായിട്ടും കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഇതേപോലെ ലൈൻ കൊടുത്തിട്ട് ഹംസ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2 ലൈൻസ് വരച്ചു കൊടുത്തിട്ട് അതിന് മുകളിൽ ഹംസ് കൊടുക്കാം. ഇനി കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ട് ഇതേപോലെ ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഇത്. ഈ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ഈ ഒരു ഡിസൈൻ വരച്ചു കൊടുക്കുക. കണ്ടോ, ഈ രീതിക്ക് നല്ല സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഡിസൈനാണ്. അത്യാവശ്യം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഡിസൈനും ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഹാർട്ട് ഷേപ്പ് വരച്ചു കൊടുത്തിട്ട് നമ്മൾ ഇന്നും ഒരു ലൈൻ വരച്ചിട്ട് ഹംസ് വരച്ചിട്ട് ഇതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. കണ്ടോ, അതേപോലെ തിന്നായിട്ട് ഒരു ലൈൻ വരയ്ക്കുക, ഹംസ് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ കുറച്ചും കൂടി ഗ്യാപ്പ് എടുത്തിട്ട് വീണ്ടും ഒരു ലൈൻ വരയ്ക്കുക. ഇതിനുള്ളിൽ നമ്മൾ വേറൊരു ഡിസൈൻ വരയ്ക്കാൻ പോവാണ്. ഇപ്പം നമ്മൾ കൊടുക്കുന്ന ഡിസൈൻസ് എല്ലാം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡിങ് ലൈൻസിലുള്ള ഒരു ഗ്രിഡാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ കൊടുത്തത് ഫ്ലോറൽ ഗ്രിഡാണ്, അതുപോലെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രിഡ് കൊടുത്തു. അപ്പോൾ ഓരോ ഗ്രിഡ്സും നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ ഒരു ഫ്ലോറൽ കൊടുത്താൽ പിന്നെ ഒരു സ്റ്റാൻഡിങ് ലൈൻസിലുള്ള ഗ്രിഡ് കൊടുക്കുക, അങ്ങനെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഓക്കെ, നമ്മളിപ്പോൾ സ്റ്റാൻഡിങ് ലൈൻസ് വരച്ചിട്ട് അതിൻ്റെ മുകളിൽ ഹംസ് കൊടുക്കുകയാണ്. ഇതേപോലെ ഹംസ് കൊടുത്തിട്ടുള്ള ഒരു ഗ്രിഡാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഹംസ് കൊടുത്തതിന് ശേഷം നമ്മൾ അതിനുള്ളിലായിട്ടൊരു സർക്കിൾ വരച്ചെടുക്കുക. അതിൻ്റെ മുകളിൽ ഡോട്ട്സ് കൊടുത്തിട്ടുള്ള ഈ ഒരു സിമ്പിൾ ഫ്ലവർ ചെയ്യുക. സ്പേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഫ്ലവർ വരക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ഈ ഒരു ഫ്ലവർ വരക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ സ്പൈറൽ ഫ്ലവർ വരച്ചു കൊടുക്കാം, അതേപോലെ ജസ്റ്റ് സർക്കിൾ കൊടുത്തിട്ട് ഹംസ് കൊടുത്തിട്ടുള്ള ആ ഒരു ഫ്ലവർ വരക്കാം, ഏത് വേണമെങ്കിലും കൊടുക്കാം. ഞാനിപ്പോൾ സിമ്പിളായിട്ട് സർക്കിൾ വരച്ച് അതിൻ്റെ മുകളിൽ ഇതേപോലെ ഡോട്ട്സ് കൊടുത്തിട്ടുള്ള ഈ ഒരു ഫ്ലവർ വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻ ഫില്ലാക്കി കൊടുത്തു. ഇനി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ലൈൻ കൊടുക്കുക, വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് ഹംസ് കൊടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഫ്രിൽസ് കൊടുക്കുകയാണ്. ഹംസിൻ്റെ മുകളിലായിട്ട് ഫ്രിൽസ് കൊടുക്കുക, ലൈൻ കൊടുക്കുക, വീണ്ടും നമ്മൾ ഹംസ് കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ കുറച്ചുകൂടി ഗ്യാപ്പ് എടുത്തിട്ട് വീണ്ടും ഒരു ലൈൻ വരക്കുകയാണ് ഇതേ ഒരു പോർഷനിൽ. എൻ്റെ കൈ വരച്ചത് ചെറിയ കൈ ആയതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കിയിട്ട് കുറച്ച് വലിയ കൈയാക്കി മാറ്റിയതാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഷേപ്പായി പോയിട്ടുള്ളത്. എനിവേസ് നിങ്ങൾ വരയ്ക്കുമ്പോൾ നല്ല രീതിയിൽ വരയ്ക്കുക. അപ്പോൾ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ കൊടുത്ത് അതിൽ ഡോട്ട്സ് കൊടുക്കുന്ന ആ ഒരു ഡിസൈനാണ് ഈ ഒരു പോർഷനിൽ ചെയ്ത് കൊടുത്തത്. ആ ഒരു ലൈൻ കൊടുത്തിട്ട് വീണ്ടും ഹംസ് കൊടുക്കുക. ഇതേപോലെ 2 ലെയറായിട്ട് ഹംസ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ സ്പേസ് ലൈനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ഇതേപോലെ ഒരു സെമി സർക്കിൾ ഇതേപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക, ഒരു ആർച്ച് പോലെ ഇങ്ങനെ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് ഫില്ലിങ് കൊടുക്കുക.
നല്ല സിമ്പിളായിട്ടുള്ള ഈ ഒരു ഫ്ലവറാണ് വരച്ചു കൊടുക്കുന്നത്. സ്പൈറൽ കൊടുത്തിട്ട് ജസ്റ്റ് ഇതേപോലെ ഫ്ലവർ വരച്ചു കൊടുക്കുക, ലീവ്സ് കൊടുക്കുക. പിന്നെ എക്സ്ട്രാ വരുന്ന പോർഷൻസിൽ സർക്കിൾസൊക്കെ കൊടുത്തിട്ട് ഇതിനെ നെഗറ്റീവ് ഫില്ലിങ് ചെയ്ത് കൊടുക്കുക. ബാക്കി പോർഷൻസ് ഇതേപോലെ ഫില്ലാക്കി കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമ്മളിങ്ങനെ തിന്നായിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കണം. ഹംസ് കൊടുക്കണം. ഹംസ് കൊടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വൈൻസ് വരച്ചു കൊടുക്കുക. ഇത് സൈഡ്സ് എല്ലാം ഇതേപോലെ ചിരിച്ച് വരച്ചു കൊടുക്കുക. അതിൻ്റെ സെൻറ്റർ പോർഷനിൽ വരുന്ന ആ ഒരു വൈൻ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. അപ്പോൾ ഈ രണ്ട് സൈഡിൽ നിന്നും വന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇനി ഇതേപോലെ നമ്മൾ കയ്യിൽ കാണിച്ചു തരാം. ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇപ്പം ഞാൻ വരക്കുമ്പം ചിലപ്പം കൈയിൻ്റെ പുറത്തേക്കൊക്കെ പോവും, പക്ഷെ നിങ്ങൾ വരക്കുമ്പോൾ കയ്യിൽ കറക്റ്റായിട്ട് ആ രീതിക്ക് വരക്കുക കേട്ടോ. ഇപ്പം നമ്മൾ പേജിൽ ചെയ്യുമ്പോൾ അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പുറത്തേക്കൊക്കെ ആക്കിയിട്ട് വരക്കുന്നതാണ് കേട്ടോ. ഈ രീതിക്ക് ഇങ്ങനെ കംപ്ലീറ്റ് വരച്ചു കൊടുക്കുക. ഇതിനൊന്ന് ബോൾഡാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഒന്നും കൂടെ അതിൻ്റെ പുറത്തായിട്ട് ഇതേപോലെ തിന്നായിട്ട് ഒരു ലൈനും കൂടെ വരച്ചു കൊടുക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ മുകളിലെല്ലാം നമുക്ക് ഹംസ് കൊടുക്കുക. ഇപ്പം നമ്മൾ കൈയിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ ഒരു പോർഷൻ ഫുള്ള് വരേണ്ടത്. ഇതേപോലെ ഹംസ് വരച്ചു കൊടുക്കുക. കാരണം എൻ്റെ കുറച്ച് പുറത്തെല്ലാം ആയിട്ടുണ്ട്, അതൊന്നും കാര്യമാക്കണ്ട. നിങ്ങൾക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലായല്ലോ. കയ്യിൽ വരക്കുമ്പോൾ അങ്ങനെ പുറത്തേക്കൊന്നും പോവില്ല. ഇതിൻ്റെ ഉള്ളിലായിട്ട് തന്നെ ഈ ഒരു ഡിസൈൻ വരണം. ഇനി ഈ 2 ഫിംഗേഴ്സ് ഇങ്ങനെ ലൈൻ വരച്ചു കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കൈ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഇതേപോലെ ലൈൻ വരച്ചു കൊടുക്കുക. ഇങ്ങനെ ചേർത്ത് വെച്ചാലാണ് ഇത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വരക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ വരക്കുകയാണ്. ഇങ്ങനെ ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കുക. സെൻറ്ററിൽ ഒരു വി പോലെ ആക്കിയിട്ട് ഇതേപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഓക്കെ, ഇനി ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ സെൻറ്ററിലുള്ള ഈ ഒരു പോർഷനിൽ നമ്മൾ സ്റ്റാൻഡിങ് ലൈൻസ് വരച്ചിട്ട് ഉള്ള ഒരു ഗ്രിഡ് കൊടുക്കുക. അപ്പോൾ 2 തിൻ സ്റ്റാൻഡിങ് ലൈൻസ് ഇതേപോലെ വരച്ചിട്ട് അതേപോലെ ക്രോസ് ആക്കി വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ കോർണേഴ്സിൽ ഡോട്ട്സ് കൊടുത്തിട്ടുള്ള ആ ഒരു ഗ്രിഡാണ് ഈ ഒരു സെൻറ്റർ പോർഷനിൽ നമ്മൾ കൊടുക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ ഗ്രിഡിന് പകരം സ്റ്റാൻഡിങ് ലൈൻസിലുള്ള വേറെ ഗ്രിഡ് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊന്ന് കാണിക്കുകയാണ്. അപ്പം ഈ 2 സൈഡിലും അതുപോലെ തന്നെ ഈ ഒരു പോർഷനിൽ ഇതിൻ്റെ മുകളിലുള്ള ഈ പോർഷനിൽ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 2 സൈഡിലും ഞാൻ സ്പൈറൽ ഫ്ലവറാണ് കൊടുക്കുന്നത്. 2 സൈഡിലും നമുക്ക് ഫുള്ളായിട്ടും സ്പൈറൽ ഫ്ലവർ വരച്ചിട്ട് ഫില്ല് ചെയ്യാം. ഫിംഗറിൽ നമ്മൾ സ്പേസ് ഉള്ളതിനനുസരിച്ചിട്ട് വേണം ഓരോ ഡിസൈൻസും വരയ്ക്കാൻ. ഇതേപോലെ ഹംസ് കൊടുത്തിട്ട് ലീവ്സ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു തമ്പിനെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കാരണം അതിൽ അത്ര സ്പേസേ ഉള്ളൂ, അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ വരയ്ക്കാൻ. ഇനി ഈ 2 സൈഡിലും നേരത്തെ പറഞ്ഞ പോലെ സ്പൈറൽ ഫ്ലവർ വരച്ചു കൊടുക്കുക. ഈ സൈഡിൽ ഫുള്ളായിട്ട് നമ്മൾ സ്പൈറൽ ഫ്ലവർ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. മറ്റ് ബാക്കിയുള്ള ആ ഒരു സൈഡിലും സ്പൈറൽ ഫ്ലവർ തന്നെ കൊടുക്കുക കേട്ടോ, 2 സൈഡിലും.
അങ്ങനെ നമ്മൾ രണ്ട് സൈഡും ബാക്കി ഉണ്ടായിരുന്ന രണ്ട് സൈഡിലും ഇതേപോലെ ഈ ഒരു സ്പൈറൽ ഫ്ലവർ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫിംഗറിൽ ഹംസ് കൊടുക്കുക, ഫ്രിൽസ് കൊടുക്കുക. ഇതേപോലെ ഫ്രിൽസ് കൊടുത്തിട്ട് ലൈൻ കൊടുക്കുക, ഹംസ് കൊടുക്കുക, പിന്നെ ലീഫ് വരച്ച് കൊടുക്കുക. ഈ രീതിക്ക് എല്ലാ ഫിംഗറും ചെയ്തെടുക്കുക. സ്പേസ് ഉള്ളതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഓരോ ഡിസൈനും ഫിംഗറിൽ വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതിലെല്ലാത്തിനും ഇതേപോലെ ഹംസ് കൊടുത്തിട്ട് ഫ്രിൽസ് കൊടുക്കുക, വീണ്ടും ഹംസ് കൊടുക്കുക, ലീവ്സ് കൊടുക്കുക, എന്നിട്ട് ബാക്കി പോർഷൻസ് ഫില്ലാക്കി കൊടുക്കുക. ഈ രീതിക്ക് എല്ലാ ഫിംഗറും ബാക്കിയുള്ളതിലെല്ലാത്തിലും നമ്മൾ ഇതേപോലെ ചെയ്യാണ്. അതിലിപ്പോൾ തമ്പ് മാത്രമേ ഒരു വ്യത്യാസം വന്നിട്ടുള്ളൂ. അതിൽ നമുക്ക് അത്രയും സ്പേസ് ഇല്ല, അതുകൊണ്ട് ലീഫ് മാത്രം വരച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ ഈ ഒരു 20 ഡേയ്സിൻ്റെ ഈ ഒരു ഹെവി ബ്രൈഡൽ ഹെന്ന ഡിസൈനിൻ്റെ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു 20 ഡേയ്സിൻ്റെ ചലഞ്ച് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ കമൻറ്റ്സും എനിക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹെവി ബ്രൈഡൽ ഹെന്ന ഡിസൈൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ട് നമ്മളെല്ലാം പഠിച്ച എലമെൻറ്റ്സ് എല്ലാം വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് ഹെവി ആയിട്ടുള്ള ഒരു ബ്രൈഡൽ ഹെന്ന ഡിസൈൻ വരയ്ക്കാൻ കഴിഞ്ഞെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഇതേപോലെ വരച്ചിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. എപ്പോഴും പറയുന്ന പോലെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഇനി നമ്മൾ അധികം ക്ലാസ്സുകളില്ല, വളരെ ചുരുക്കം ക്ലാസ്സുകൾ മാത്രമേ ഇനിയുള്ളൂ. അപ്പോൾ മെയിനായിട്ടുള്ള ലെസണാണ് ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളത്, ഈ ഒരു ഹെവി ബ്രൈഡൽ ഹെന്ന ഡിസൈൻ്റെ ഈ ഒരു പോർഷൻ. ഇനി ഇത് നമ്മളെങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും. എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് വരക്കാം, അങ്ങനെ എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഹാപ്പി ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ.